ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ രക്ഷകന് വഴിയൊരുക്കി മാനസാന്തരത്തിനായി സാക്ഷ്യം വഹിച്ചു തലയർക്കപ്പെട്ട സ്നാപക യോഹന്നാന്റെ ഓർമ്മയും നാം ആചരിക്കുന്നു. ഈ ഡിസംബർ മാസത്തിൽ ദാരുണമായ 2 മരണങ്ങൾ ഞങ്ങളുടെ ഇടവകാതിർത്തിയിലുണ്ടായി. 2 യുവതികളുടെ തലയില്ലാത്ത ശരീരങ്ങൾ ഗ്രാമാതിർത്തിയിൽ നിന്നും കണ്ടുകിട്ടി. ആരിത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്നതിന് ഉത്തരം ലഭിക്കുവാൻ ഇനിയും കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം. മനുഷ്യപുത്രന് പിറക്കാനോ തലചായ്ക്കാനോ ഇടം ലഭിച്ചില്ലെങ്കിലും ലോകത്തിന് സമാധാനം ആശംസിച്ചാണ് മാലാഖമാർ ബെത്ലഹേം ഗ്രാമത്തിലെത്തിയത്. സ്വാർത്ഥരായ മനുഷ്യർ ആ സമാധാനത്തെ പുറമ്പോക്കിൽ വലിച്ചെറിഞ്ഞ് നൈമിഷികമായ നേട്ടങ്ങളുടെ പുറകെ ഓടുന്നു. ഈ ഓട്ടത്തിൽ തനിക്കും ചുറ്റുമുള്ളവർക്കും കോട്ടങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചുപോയവരുടെ ദുഃഖിതരായ വീട്ടുകാരെയും നാട്ടുകാരെയും ഞങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥിച്ചു. ആ നിർഭാഗ്യവതികളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ ക്രിസ്തുമസ് ഒരുക്കത്തിൽ തമ്പുരാന് മഹത്വം നൽകി ഈ സമാധാനം നമുക്ക് ആഗ്രഹിക്കാം. ഈ ദുഃഖിതരുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ പ്രഖ്യാപിച്ചതുപോലെ നമുക്കും പ്രഘോഷിക്കാം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.